മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ വരുന്ന അടുത്ത സിനിമയാണല്ലോ L360. സിനിമയുടെ റിലീസ് ഇപ്പോൾ ടീം പ്ലാൻ ചെയ്യുന്നത് നവംബർ മാസമായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ടൊവിനോയുടെ അടുത്തായി റിലീസിനെത്തുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ അജയന്റെ രണ്ടാം മോഷണം. സിനിമയുടെ റിലീസെല്ലാം ഇപ്പോൾ ഓണം റിലീസായി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ കർണാടക തിയേറ്ററുകളിൽ എത്തിച്ചപ്പോൾ ഹോംബാല ഫിലിംസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. നിലവിൽ സിനിമയുടെ പ്രൊമോഷൻ എല്ലാം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ടൊവിനോയുടെ സിനിമയിൽ തന്നെ വളരെ വമ്പൻ പ്രൊമോഷനോടെ വരുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും അജയന്റെ രണ്ടാം മോഷണം. എന്തായാലും ഒരു മികച്ച ചിത്രമാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ഇത്. ഇന്ത്യൻ സിനിമകളിൽ തന്നെ വളരെ പ്രതീക്ഷയുള്ള രണ്ട് സിനിമയാണല്ലോ, രണ്ട് കന്നഡ ചിത്രങ്ങളായ KGF 3യും അതുപോലെ കാന്താര ചാപ്റ്റർ 1ഉം. ഈ രണ്ട് സിനിമകളുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഹോംബാല ഫിലിംസ് തന്നെ ഇപ്പോൾ തന്നിരിക്കുകയാണ്. ഇതിൽ കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ 30% കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നും സിനിമ അടുത്ത വർഷം പകുതിയിലാണ് ടീം പ്ലാൻ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഹോംബാല ഫിലിംസിന്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുള്ളത്. KGF 3 എന്ന സിനിമ നോക്കുകയാണെങ്കിൽ നിലവിൽ ഹോംബാല ഫിലിംസിന്റെ കമൻസ്മെന്റ്സിന് ശേഷമായിരിക്കും ഈ സിനിമ തുടങ്ങുമെന്നും പറഞ്ഞിട്ടുണ്ട്. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ലുക്മാനും നെസ്ലിനും ഒന്നിക്കുന്ന ഈ സിനിമ ബോക്സിങ്ങിനെ ബേസ് ചെയ്ത് ഇറക്കുന്ന ഒരു ചിത്രവും കൂടിയാണ്. ഡെമോൺ കോളനി 2 എന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ അജയ് ജ്ഞാനമുത്തിന്റെ അടുത്തൊരു സിനിമ വരുന്നു. ഇതൊരു സീരീസ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഇതിൽ ലീഡ് റോളിൽ എത്തുക പൂജ ഹെഗ്ഡെയും കൂടിയായിരിക്കും. ഈ സീരീസ് നിർമ്മിക്കുന്നത് നെറ്റ്ഫ്ലിക്സും AVM പ്രൊഡക്ഷൻ ഹൗസും കൂടിയാണ്. ലോകേഷിന്റെ സംവിധാനത്തിൽ അമീർ ഖാൻ നായകനാവുന്ന സിനിമ വരുന്നതായ റിപ്പോർട്ടുകൾ. സിനിമ ഇപ്പോഴത്തെ മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ട് ഒരു പക്ഷേ കൂലി, കൈദി 2 എന്ന സിനിമയ്ക്ക് ശേഷമായിരിക്കും ലോകേഷ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. രണ്ടാമൂഴം എന്ന സിനിമ ഇപ്പോഴത്തെ വരുന്നു. സിനിമ ഓണാണെന്നാണ് MTയുടെ മകൾ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഹൃത്തിക് റോഷന്റെ സിനിമകളിൽ തന്നെ വളരെ പ്രതീക്ഷയുള്ള സിനിമയാണല്ലോ കൃഷി 4 എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ നായികയായി ശ്രദ്ധ കപൂർ എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രിയങ്ക ചോപ്രക്ക് പകരമായിരിക്കും ശ്രദ്ധ കപൂർ ഈ സിനിമയിൽ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. നുണക്കുഴി എന്ന സിനിമയ്ക്ക് ശേഷം ബേസിൽ ജോസഫ് നായകനാവുന്ന അടുത്ത സിനിമ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊന്മാൻ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ജ്യോതിഷ് ശങ്കറും കൂടിയാണ്. ബേസിലിനെ കൂടാതെ തന്നെ ലിജോമോൾ, സജിൻ ഗോപു, ദീപക് പറമ്പോൾ എന്നിവരാണ് സിനിമയിൽ മറ്റുള്ള പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുന്നത് ജസ്റ്റിൻ വർഗീസും കൂടിയാണ്. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന ഒരു സിനിമയായിരുന്നല്ലോ നേരി എന്ന ചിത്രം. ഈ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച വിജയമോഹൻ എന്ന ക്യാരക്ടറിനെ വെച്ച് ഒരു സീരീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നാണ് ഇപ്പോൾ ജിത്തു ജോസഫ് തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ മമ്മൂട്ടിയുടെ CBI സീരീസ് പോലെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിട്ടുള്ളത്.